നമസ്കാരം കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേബ്യയെക്കുറിച്ചാണ്. ഇസ്ലാമിന്റെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്ന നാടിനെപ്പറ്റി. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. അറേബ്യൻ ഉപദ്വീപ് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. പേർഷ്യൻ ഗൾഫ്, ഇന്ത്യൻ മഹാസമുദ്രം, ചെങ്കടൽ, സിറിയൻ മരുഭൂമി എന്നിവയാൽ ചുറ്റപ്പെട്ട ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ്. അറേബ്യയുടെ ഭൂരിഭാഗവും മരുഭൂമിയും തരിശുഭൂമിയുമാണ്. കൂടാതെ ഇത് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ്. അറേബ്യയെ പ്രധാനമായും 3 വലിയ മരുഭൂമി പ്രദേശങ്ങളായി തിരിക്കാം. അൽ നുഫുദ്. വടക്കൻ അറേബ്യയിലെ ഈ പ്രദേശം വെളുത്തതോ ചുവപ്പുകലർന്നതോ ആയ മണൽ നിറഞ്ഞതാണ്. ഇവിടെ ഇടയ്ക്കിടെ മഴ ലഭിക്കുന്നതുകൊണ്ട് മേച്ചിൽപ്പുറങ്ങളും മരുപ്പച്ചകളും കാണപ്പെടുന്നു. അതുകൊണ്ടുതന്നെ ഒട്ടകങ്ങൾക്കും ആടുകൾക്കും ഇത് ഒരു പറുദീസയാണ്. അൽ ദഹന. ഇത് വടക്ക് ഗ്രേറ്റ് നുഫുദ് മുതൽ തെക്ക് റബ് അൽ ഖാലി വരെ വ്യാപിച്ചുകിടക്കുന്ന ചുവന്ന മണൽ ശൃംഖലയാണ്. റബ് അൽ ഖാലി ശൂന്യമായ പ്രദേശമെന്നറിയപ്പെടുന്ന ഇത് അൽ ദഹനയിൽ നിന്ന് തെക്ക് ഹദ്രമൗത്തിലേക്ക് നീണ്ടുകിടക്കുന്നു. ഇവിടെ മഴ ലഭിക്കാത്തതിനാൽ മനുഷ്യവാസത്തിനനുയോജ്യമല്ല. സാമൂഹിക രാഷ്ട്രീയ അവസ്ഥ. ജാഹിലിയ്യ കാലഘട്ടം. ഇസ്ലാം വരുന്നതിനു മുൻപുള്ള കാലഘട്ടത്തെ ജാഹിലിയ്യ അല്ലെങ്കിൽ അജ്ഞതയുടെ കാലഘട്ടം എന്നാണ് വിളിച്ചിരുന്നത്. ഈ സമയത്ത് അറബികൾക്ക് മാർഗനിർദ്ദേശത്തിനായി പ്രവാചകരോ വേദഗ്രന്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു സർവശക്തനായ ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിലും ബഹുദൈവാരാധനയും വിഗ്രഹാരാധനയും വ്യാപകമായിരുന്നു. അറബിയിലെ ജനങ്ങളെ പ്രധാനമായും 2 വിഭാഗങ്ങളായി തിരിക്കാം. നാടോടികളായ ബെദുവിനുകൾ. വടക്കൻ അറേബ്യയിലെ ഈ ജനവിഭാഗം നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത്. വെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ദൗർലഭ്യം കാരണം അവർക്ക് നിരന്തരം യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. സ്ഥിരതാമസക്കാരായ ആളുകൾ തെക്കൻ അറേബ്യയിൽ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിലെ പ്രധാന സാമൂഹിക പ്രശ്നങ്ങളായിരുന്നു ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, അടിമത്വം, സ്ത്രീകളുടെ മോശം അവസ്ഥ എന്നിവ. ഗോത്രങ്ങൾ തമ്മിലുള്ള ഈ യുദ്ധങ്ങളെ അയ്യാമുൽ അറദ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ജാഹിലിയ്യ കാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രധാന വിനോദങ്ങളെ 3Wകളിൽ സംഗ്രഹിക്കാം: വോർ, വൈൻ, വിമൻ. പെൺകുട്ടികളുടെ ജനനം അപമാനമായി കണക്കാക്കുകയും അതിനാൽ പെൺശിശുഹത്യ സാധാരണമായിരുന്നു. സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ടായിരുന്നില്ല. ഓരോ ഗോത്രത്തിനും ഷെയ്ഖ് എന്ന് വിളിക്കുന്ന ഒരു നേതാവുണ്ടായിരുന്നു. ഗോത്രത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത കൂറു പുലർത്തുന്ന അസബിയ എന്നൊരാശയം അവർക്കിടയിൽ നിലനിന്നിരുന്നു. ഇസ്ലാമിനു മുൻപുള്ള അറബികളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവരുടെ കവിതകളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഈ കവിതകളെ അറബികളുടെ പൊതുരേഖ എന്നാണ് വിശേഷിപ്പിച്ചത്. എല്ലാ വർഷവും ഉക്കാസ് ചന്തയിൽ കവിതാരചന മത്സരങ്ങൾ നടന്നിരുന്നു. വിജയിച്ച കവിതകൾ സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതി കൗബയിൽ തൂക്കിയിട്ടിരുന്നു. ഈ കവിതകളെ മുഅല്ലഖാത്ത് എന്ന് വിളിക്കുന്നു. നന്ദി.